വർഗീയത പറഞ്ഞതിന് PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. കോടതി അയാൾക്ക് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യത്തിലും വിട്ടു. അയാൾ ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഈ വർഗീയത ഒക്കെ പറഞ്ഞ തറകളെയൊക്കെ വീണ്ടും ഇലക്ഷന് നിർത്താന് കോടതി ഒന്നും പറയില്ലല്ലോ അല്ലെ. അതിന്റെ ഇടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൊടുത്ത നല്ലൊരു കൊട്ടും കൂടിയും കാണാം. എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല താങ്കൾ അങ്ങനെ പറയാൻ പാടില്ല. കഴിഞ്ഞ തവണ മത്സര രംഗത്ത് സജീവമായി ഇടപെടുകയും പക്ഷെ അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായം എതിരായി നിന്നു എന്നുള്ളതാണ്. അത് ഒരു വൈകാരികമായ ഒരു പശ്ചാത്തലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? കാര്യം ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അന്ന് പറഞ്ഞ പ്രസ്താവനകളൊക്കെ അതൊക്കെ പോടെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. പോയി നീ മറ്റേ പണി കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണി നോക്ക് പോയി. മനസ്സിലായില്ലേ? ഞാൻ ജയിക്കുന്ന MLA തന്നെ, ഒരു സംശയം വേണ്ട. ഇങ്ങനെ ഊളത്തരമൊന്നും എന്നോട് ചോദിക്കരുത്. പറഞ്ഞു അങ്ങനെ ഊളത്തരല്ല. അത് അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. വളരെ സ്നേഹത്തോടെ ഞാൻ വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? വളരെ വ്യക്തമല്ലേ അഭിപ്രായം പറഞ്ഞു. ഇതേ അഭിപ്രായം താങ്കൾ പറഞ്ഞില്ലേ? അത് അന്ന് അങ്ങനെ പലതും പറയട്ടെ. ഞാൻ ഉണ്ടാകുന്നതിന് പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്തോളൂ. അതല്ല ചോദിച്ചത്. താങ്കൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തോട് നോക്കണോ എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല താങ്കൾ? അങ്ങനെ പറയാൻ പാടില്ല. ചോദിച്ചിട്ടില്ല അനാവശ്യമായി. നീ ഇവിടെ വന്നേ നല്ല ഉദ്ദേശത്തോടെയല്ല. നീ നല്ല ഉദ്ദേശം വന്നാണ് ഈ വൃത്തിയുടെ ചോദ്യം ചോദിക്കില്ല. നീനോ പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്കൊരു വർത്തമാനം ഇഷ്ടമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. നിന്നോട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. ലോകം മുഴുവൻ മറന്നു കിടക്കുന്ന ഒരു കാര്യം നീ ഉടനെ നോക്കിയെടുത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. എടാ PC ജോർജ്, അങ്ങനെ മറന്നു കളഞ്ഞെന്ന് ആര് പറഞ്ഞടേ? നീ പറഞ്ഞ എല്ലാ ഊളത്തരവും ഞങ്ങളുടെ നെഞ്ചിനകത്ത് തറച്ചു കിടക്കുന്നുണ്ട്. നീ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഊളത്തരം അത് മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. നീ മുസ്ലിങ്ങൾക്ക് നേരെ വൃത്തികേട് പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. നീ അങ്ങ് മത്സരിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല. BJP-ക്കാരുടെ അവസ്ഥ എന്നല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഇമാതിരി കൂതറകളൊക്കെ നിർത്തിയിട്ട് എന്ത് ഉണ്ടക്കാടേ ഈ വർഗീയത പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടാൻ പോകുന്നത്? ആളുകൾ മറന്നുപോയത്രേ. അങ്ങനെയൊന്നും മറക്കൂല എന്റെ പൊന്നു പൂഞ്ഞാറ്റിലെ മോനെ. അതൊന്നും ഞങ്ങള് മറക്കൂല കേട്ടോ. നിന്റെ ചക്കരക്കുട്ടിയില്ലേ ഒലിപ്പീര്, അതും ആരും മറന്നിട്ടില്ല. വേണമെങ്കിൽ ശബ്ദം ഇവിടെ ആഡ് ചെയ്യായിരുന്നു. വേണ്ട, ഈ ചീഞ്ഞ നാറിയ സാധനത്തിനൊക്കെ എന്തിനാണ് വെറുതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? ഇവനൊക്കെ എങ്ങനെയാണോ ഈ വർഗീയത പറഞ്ഞിട്ട് വീണ്ടും ഇലക്ഷന് നിൽക്കാൻ കഴിയുന്നത്? കോടതി ഒന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടൽ നടത്തില്ല. എന്തിലൊക്കെ ആവട്ടെ, ഇതിനൊക്കെ ജയിപ്പിക്കുകയാണെങ്കിൽ ആ നാട്ടുകാരെ പറഞ്ഞാൽ മതി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ സാധനം ഉപയോഗിക്കുമ്പോ നോക്കി കണ്ടൊക്കെ ചെയ്യണം കേട്ടോ. കൂതറകളെ ഒന്നും ജയിപ്പിച്ചേക്കല്ലേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കും. അപ്പൊ വീണ്ടും വരെ പുതിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സന്ദീപ് ഇടപ്പാൾ.